നമസ്കാരം. ഓർഗാനിക് കേരളത്തിൻ്റെ ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യാലിറ്റി ഉള്ള ഒരു സംഭവമാണ്. അതായത് നമ്മളിന്ന് നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി പഞ്ചായത്തിലാണ്. അരീക്കാടൻ കുഞ്ഞുമൊയ്തീൻ എന്ന കർഷകൻ്റെ വീട്ടിലാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ഫാമാണ്. പശുക്കളും ആടുമൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഫാമാണ്. ഇതിൻ്റെ പ്രത്യേകത, നമ്മൾ ഒരുപാട് ഫാമുകളൊക്കെ ചെയ്തു. പക്ഷേ ഈ ഫാമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ പശുക്കൾക്ക് കൊടുക്കുന്ന തീറ്റ വളരെ പ്രധാനപ്പെട്ട ഒരു രീതിയിലാണ്, അല്ലെങ്കിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിലാണ്. അതാണ് നമ്മളിന്ന് അറിയാൻ പോകുന്നത്. എങ്ങനെയാണ് കുഞ്ഞുമൊയ്തീനിക്ക ഈ പശുക്കളെ ഏറ്റവും ലാഭകരമായ രീതിയിൽ ഇത്രയും നല്ല രീതിയിലൊരു തീറ്റ കൊടുത്തിട്ട് വളർത്തിയെടുക്കുന്നത്, അത് എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യുന്നത്, ഇതിനെ പറ്റിയിട്ടാണ് നമ്മളിന്ന് അറിയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ വീഡിയോ കാണുക. നമ്മുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. എന്തായാലും നമുക്ക് കുഞ്ഞുമൊയ്തീനിക്കനെ ഒന്ന് പരിചയപ്പെടാം. കുഞ്ഞുമൊയ്തീനിക്ക, എന്താണ് നിങ്ങൾ ഈ ഫാമിംഗ് മേഖലയിലേക്ക് വരാനുണ്ടായ കാരണം? വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പാരമ്പര്യമായിട്ട് തന്നെ കർഷകരാണ്. കാർഷിക കുടുംബത്തിൽ ജനിച്ച ആൾ തന്നെയാണ്. കാരണം പശുക്കളും എരുമയും പോത്തും കൃഷിയൊക്കെ ഉണ്ടായിരുന്ന ഒരു കുടുംബം തന്നെയാണ്. അപ്പോൾ ഈ വാസന എനിക്ക് മുന്നിലേ ഉണ്ട്, മുമ്പേ എന്നിൽ ഉണ്ട്. അപ്പോൾ പിന്നെ ഇപ്പോൾ ഗൾഫിലൊക്കെ ആയിരുന്നു. ഗൾഫിൽ ഒരു 32 വർഷം ഉണ്ടായിരുന്നു. ഗൾഫിലായിരുന്നു. മക്കളും ഞാനൊക്കെ ഗൾഫിൽ തന്നെയായിരുന്നു. വന്നിട്ട് ഇപ്പോൾ 4 വർഷം കഴിഞ്ഞ് നാട്ടിൽ സെറ്റിലായപ്പോൾ അപ്പോൾ എനിക്ക് 4 വർഷം ഫാമിലേക്ക് വന്നിട്ട് 2 വർഷമായിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ മുമ്പ് പിന്നെ അങ്ങനെ പശുക്കളൊക്കെ വളർത്തിയെന്നല്ലാണ്ട് ഒരു ഫാമായിട്ട് പിന്നെ നടത്താൻ ഉദ്ദേശിച്ചപ്പോൾ 2 വർഷം കഴിഞ്ഞു. ഈ 2 വർഷത്തിനുള്ള അത്യാവശ്യം അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് എനിക്ക് പിന്നെ സംസ്ഥാനത്തിൻ്റെ 2ാം സമ്മാനം കിട്ടിയിട്ടുണ്ട്. ജില്ലയിൽ തന്നെ ആദ്യമായിട്ടാണ് സംസ്ഥാനത്തിൻ്റെ വീട്ടിൽ. ഫാമിംഗ് മേഖലയിൽ ഒരു വിപ്ലവമാണ്. പിന്നെ ഏറ്റവും കൂടുതൽ പാലളന്ന ഇത് കിട്ടിയിട്ടുണ്ട്. പിന്നെ സൊസൈറ്റി മിൽമൻ്റെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ സമ്മാനങ്ങളൊക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിലുപരിയായിട്ട് നമ്മൾക്ക് ഇതൊരു ആത്മസംതൃപ്തിയും കൂടിയാണ്. എന്നാൽ ഫാമിൻ്റെ പേരെന്താണ്? ഫാമിൻ്റെ പേര് നമ്മളെ പേര് ഓർഗാനിക് മിൽച്ച്. അതെന്താ അങ്ങനെ ഒരു പേരിടാൻ? മിൽച്ച് തന്നെ ഓർഗാനിക് മിൽക്ക് രജിസ്റ്റേർഡ് ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. ഓർഗാനിക് ആയിട്ട് തന്നെയാണോ? എല്ലാം ഓർഗാനിക് ആയിട്ടുണ്ട്. അപ്പോൾ അത് ഓർഗാനിക് മിൽച്ച് ആകുമ്പോൾ അത് ജർമ്മൻ വേർഡാണ്. മിൽച്ച് എന്നല്ലേ, മിൽച്ചിൻ്റെ അത് ഉദ്ദേശം മിൽക്ക് തന്നെയാണ്. അപ്പോൾ അത് ജർമ്മൻ ഇതിലായിട്ട് വരുമ്പോൾ മിൽച്ചാവും. അപ്പോൾ അങ്ങനെ മിൽച്ച് എന്ന് രജിസ്റ്റർ ചെയ്താണ്. ഓർഗാനിക് ആയിട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഓർഗാനിക് ആയിട്ട് തന്നെ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഓർഗാനിക് കേരളത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ ചാനലിന്റെ പേരാണ് ഓർഗാനിക് കേരളം, അറിയാം. അപ്പോൾ നമ്മുടെ ഓർഗാനിക് കേരളത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ കുഞ്ഞുമൊയ്തീനിക്ക് എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് അറിയണം. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇവിടെ ഇങ്ങനെ എത്ര പശുക്കളുണ്ട് കുഞ്ഞുമൊയ്തീനിക്ക്? ഇപ്പോൾ എൻ്റെ അടുത്ത് ഇവിടെ ഉള്ളത് ഏകദേശം ഒരു 13 പശുക്കളാണുള്ളത്. 13 പശുക്കൾ. അതിൽ പിന്നെ പ്യൂർ ഗീർ ഉണ്ട്, പിന്നൊക്കെ ഹോസ്റ്റൻ ഫേസർ HF ഉണ്ട്. പിന്നെ ജേഴ്സി ഇല്ല. ബുള്ളായിട്ട് ബുള്ളാണ് ഇപ്പോൾ നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതിന് മുമ്പ് ഒരു വലിയ ബുള്ളുണ്ടായിരുന്നു നമ്മുടെ അടുത്ത്. അപ്പോൾ അതിന് ഏകദേശം ഒരു വെയിറ്റ് കൂടിയപ്പോൾ ഒരു 5 കിൻഡിൽ തൂക്കം വന്നു. പിന്നെ അവനക്ക് നമ്മളുടെ പിന്നെ വിത്തുകാളായിട്ട് ഉപയോഗിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായ കാരണത്ത് പറ്റാത്ത സമയം അതിനെ ഒഴിവാക്കി. അപ്പോൾ പുതുതായിട്ട് വളർത്തിക്കൊണ്ടുവരികയാണ് ഒരു പ്യൂർ ഗിറിന്റെ ബുള്ളുണ്ട്. ഈ ഗിർ ബുള്ളിനെ നിങ്ങൾ HFുമായിട്ടൊക്കെ മീറ്റ് ചെയ്യാറുണ്ടോ? ഒരു കുഴപ്പമില്ല. അങ്ങനെയുണ്ട്. പാലിന്റെ കുറവ് അങ്ങനെ ഒന്നുമില്ല. അനുഭവപ്പെട്ടില്ല. ഗിറിന് എത്ര ലിറ്റർ പാല്? ഇപ്പൊ നിലവിലുള്ള ഗിറിന് ഇപ്പോൾ നമ്മുടെ അടുത്തുള്ളത് ഇത് 3ാമത്തെ പ്രസവമാണ് ഇപ്പോൾ ചെന നിറഞ്ഞ് നിൽക്കുന്നത്. അത് ഇപ്പോൾ കഴിഞ്ഞ പ്രസവം വരെ അതിനൊരു 20 ലിറ്ററിൻ്റെ അടുത്ത്, അതായത് ഒരു 11, 12, 8, 10, 8 ഒക്കെ ആയിട്ട് കറന്നിട്ടുണ്ട്. അത് ശരി. ഞാൻ സ്വതവേ ഇവിടെ നാട്ടിലൊക്കെ അന്വേഷിക്കുമ്പോഴേ നിങ്ങളുടെ പാലിന് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അത് മാത്രമല്ല, നിങ്ങളുടെ പാലിന് കാത്തിരിക്കുന്ന ആളുകൾ വരെ ഉണ്ട്. എന്താണ് അതിൻ്റെ ഒരു ടെക്നിക്ക്? നമ്മളത് കൊടുക്കുന്ന പിന്നെ ഭക്ഷണം തന്നെയാണ് അതിന് മെയിൻ. തീറ്റ വേണം, ഫീഡ് കൊടുക്കുന്നിടത്തുള്ളതാണ് അതിൻ്റെ ഇത് എടുക്കുന്നത്. നമ്മൾ കൊടുക്കുന്നത് വെച്ചാൽ കെമിക്കലായിട്ടുള്ള ആഡ് ചെയ്ത ഒരു സാധനം നമ്മളതിൽ യൂസ് ചെയ്യുന്നില്ല. നാച്ചുറലായിട്ടുള്ള ധാന്യങ്ങൾ, എണ്ണക്കുരുകൾ,
പല്ലറ്റ്സ് നിങ്ങൾ കൊടുക്കുന്നില്ല അല്ലേ? പല്ലറ്റ് കൊടുക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ചില സമയത്ത് നമുക്ക് ഇതിന് മറ്റുള്ള സാധനങ്ങൾ ദൗർബല്യം വരുമ്പോൾ ചിലപ്പോൾ ഒരു പകുതി പിന്നെ ഒരു 2 കിലോ 3 കിലോ ഒക്കെ നമ്മൾ പല്ലറ്റ് കൊടുക്കാറുണ്ട്. അത് മിൽമൻ്റെ പല്ലറ്റാണ് കൂടുതൽ ഉപയോഗിക്കൽ, അല്ലെങ്കിൽ കേരള ഫീഡിൻ്റെ ഇത് ഉപയോഗിക്കാറുണ്ട്. റയറായിട്ട് അങ്ങനെ കൊടുക്കാറുള്ളൂ. റയറായിട്ട് കൊടുക്കാറുള്ളൂ. ഈ പശുക്കളെ എവിടുന്നാണ് നിങ്ങൾ ഇതൊക്കെ നമ്മൾ കൃഷ്ണഗിരിയിൽ നിന്ന് ചിന്താമണി ചന്തയിൽ കൃഷ്ണഗിരി. എല്ലാ പശുക്കളും അവിടുന്ന് എടുത്ത് തന്നെയാണ്? എല്ലാ പശുക്കളും അവിടുന്ന് എടുത്ത് തന്നെ. ആളുകളൊക്കെ അവിടെ തന്നെ പോയിട്ട് നമുക്ക് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പശുക്കൾ ഒരുപാട് സ്ഥലത്തും കിട്ടും. തമിഴ്നാട്ടിൽ പോയാൽ തന്നെ ഒരുപാട് സ്ഥലത്തുണ്ട്. ഒക്കെ ചെറിയ ചെറിയ ഫാമുകളാണ്. പക്ഷെ ഇതെല്ലാം ഒരു കൊടക്കീഴിൽ വരുന്ന സ്ഥലമാണ് ഈരോട് ചന്ത. ഇത് പിന്നെ അല്ലെങ്കിൽ കൃഷ്ണഗിരിയിൽ ചിന്താമണി ചന്ത മൈസൂർ കർണാടകയിൽ. ഇതിലെല്ലാം ഇത് ഒന്നായിട്ട് ഇത് എല്ലാ കന്നും വന്ന് ചേരുന്ന ഒരു സ്ഥലമാണ് ഈരോട്, തമിഴ്നാട് ഈരോട് ചന്ത. അവിടെ ചെന്നാലേ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ക്വാളിറ്റി ഉണ്ട്. ഏജന്റ് അവിടെ ബ്രോക്കർമാരുണ്ട്. പക്ഷെ നമുക്ക് അത് നമ്മൾ പോകുന്ന ആൾക്കാരുടെ ഇതിനനുസരിച്ച് നമുക്ക് ഇപ്പം ഞാൻ ഏജന്റൊന്നും കൂട്ടിലില്ല, നമ്മൾ നേരിട്ട് പോയി എടുക്കലാണ്. ഇവിടെ ഇപ്പോൾ ചെന്നൈയിൽ 1 2 3 4 5 പശുക്കളാണ് ഇപ്പോൾ ചെന്നൈയിലുള്ളത്. ഇപ്പോൾ ഞാൻ ഈ പശുക്കുട്ടികൾ വന്നാൽ ഇപ്പം നമ്മൾ പശുക്കളുടെ ഇവരൊക്കെ കുട്ടികളും തന്നെ പ്രസവത്തിൽ തന്നെ 30-35 കിലോ തൂക്കം വരുന്ന ഒറിജിനൽ മറ്റേ നല്ല വീടായിരിക്കും. സമണ് ഞാൻ സെലക്ട് ചെയ്ത് വരുത്തലുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ സർക്കാർ ഇതിൽ തന്നെ ആവശ്യപ്പെട്ട് നമുക്ക് നല്ലത് അവർ കൊടുന്നു തരും. നമ്മൾ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് കൊടുന്നു തരും. ഇല്ല. പിന്നെ ഞാൻ ഇവിടെ ഇതുവരെ എൻ്റെ അടുത്ത് പറഞ്ഞില്ല, എൻ്റെ അടുത്ത് നല്ല ബുള്ളുണ്ടായിരുന്നു. പ്യൂർ എച്ചപ്പിൻ്റെ ഫുള്ള് നല്ല വീട് തന്നെ ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത്. പിന്നെ കുട്ടികളൊരു പാല് കൂടി കഴിഞ്ഞാൽ ഈ വളർത്തുന്ന ആൾക്കാർ ഒരുപാട് ആൾ വരും, നമ്മൾ അന്വേഷിച്ച് വരും. കാരണം എന്താ വെച്ചാൽ നമ്മൾ നല്ല പശുക്കൾ, ക്വാളിറ്റിയുള്ള പശുക്കൾ നിർത്തുന്നതുകൊണ്ട് അപ്പോൾ നല്ല കുട്ടികൾ അവരെടുത്തുണ്ടാവുന്നത് നമ്മളെ അന്വേഷിച്ച് അവർ വരാറുണ്ട്. ഇപ്പോൾ ഞാനൊരു 25 കുട്ടികളെ ഇപ്പോൾ ഞാൻ സെയിൽ ചെയ്തു. നമ്മള് ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്നൊക്കെ പശുക്കളെ കൊണ്ടുവരുമ്പോഴേ ഒരുപാട് ആളുകൾക്ക് കുറെ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പൊ അതുപോലുള്ളതൊന്നും നിങ്ങൾക്ക് സംഭവിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. സംഭവിച്ചതുകൊണ്ട് ഞാൻ അനുഭവത്തിൽ നിന്ന് ഒരു പാഠം പഠിച്ചിട്ടുണ്ട്. അതായത് ഈ പശുക്കളെ ഇപ്പം നമ്മൾ കൊണ്ടുവരുമ്പോൾ നമുക്ക് യാതൊരു പ്രശ്നമുണ്ട്. നല്ല ഹെൽത്തി ആയിരിക്കും, നല്ല പാലുണ്ടാവും, എല്ലാം നല്ല കാമ്പും കാര്യങ്ങളൊക്കെ വളരെ ക്ലിയർ ആയിരിക്കും. അപ്പം നമ്മളിവിടെ കൊണ്ടുവന്ന് അതിനൊരു പ്രത്യേക സമയത്ത് അതിനൊരു മാറ്റം വരികയാണ്. കാലാവസ്ഥ ഒന്നാമത് കൂടുതലും ആളുകൾ കൊണ്ടുവരിക പ്രസവിക്കാരായ ഒരു 15 ദിവസമൊക്കെ ക്യാപ്പ് ഉണ്ടാകുമ്പോഴാണ് കൊണ്ടുവരിക. അപ്പോൾ ഇവിടെ വരുന്നതോട് കൂടിയിട്ട് തന്നെ അതിൻ്റെ കാലാവസ്ഥക്ക് മാറ്റം വന്നു, ക്ലൈമറ്റ് ചേഞ്ച് വന്നു. പിന്നെ ഈ പ്രസവം കൂടി കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു സ്ട്രെസ് വരികയാണ് അവർക്ക്, ഒരു ഭയങ്കര ചേഞ്ചിങ് വരികയാണ്. ഇതിൽ ഇവർക്ക് ഓൾറെഡി ഇവർക്കൊക്കെ ഉള്ളൊരു അസുഖങ്ങളുണ്ട്. തൈലേറിയാസ് എല്ലാ പശുക്കൾക്കും ഓൾറെഡി അവരുടെ ശരീരത്തിൽ ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അത് അത്ര അതേമാതിരി ആനോപ്ലാസ്മാസ് ഇതൊക്കെ ഇത്ര അസുഖങ്ങൾ. അപ്പോൾ ഇതിവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് കാണുക ആനോപ്ലാസ്മാസ് എന്ന് പറഞ്ഞ അസുഖം, ഒരു പനി, ഇടപെട്ട് പനി വരിക. സാധാരണ നമ്മളിവിടെ കാണുമ്പോൾ ഈ പനിക്ക് എന്തെങ്കിലും ഒരുപാട് മരുന്നുകൾ അവൈലബിൾ ആണ് ഇവിടെ. ഡോക്ടർമാരോ അല്ലെങ്കിൽ ആരും വന്ന് കുത്തിവെക്കും, മരുന്ന് കൊടുത്താൽ തൽക്കാലം അത് ശമനം കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും വരും. അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്റ്റിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കൊണ്ടുവന്നാൽ ഇങ്ങനെ പുറത്തുനിന്ന് കൃഷ്ണഗിരി ഭാഗത്തു നിന്നൊക്കെ പശുക്കളെ കൊണ്ടുവന്നാൽ ആദ്യം നമ്മൾ കൊണ്ടുവന്ന ഒരു 2 ദിവസം കഴിഞ്ഞാൽ തന്നെ അവരുടെ ബ്ലഡ് എടുത്തിട്ട് ചെക്ക് ചെയ്യുക. മലപ്പുറം വെറ്റിനറി ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ട്. അവർ വന്ന് എല്ലാ സൗകര്യം ചെയ്തു തരും നമുക്ക്. അവരെല്ലാ സഹകരണം നമുക്ക് ഡോക്ടർമാർ അവർ ചെയ്തു തരും. എന്നിട്ട് അതിൻ്റെ ബ്ലഡ് രക്തം സാമ്പിൾ എടുത്ത് ചെവിയിൽ നിന്നും ഇതിന്നൊക്കെ രക്തം എടുക്കുക. അവർക്ക് ഡോക്ടർമാർക്ക് അതിനെ പറ്റിയെല്ലാം നന്നായിട്ട് അറിയുന്നവരാണല്ലോ അവരെടുത്ത് അവർ ചെക്ക് ചെയ്താൽ ഈ പശുവിന് ഓൾറെഡി അനോപ്ലാസ്മാസോ അല്ലെങ്കിൽ തൈലേറിയാസോ വേറെ 1-2 അസുഖങ്ങൾ വേറെയും വരാനുണ്ട്. അങ്ങനെ ഇത്ര അസുഖങ്ങൾ ഉണ്ടോയെന്ന് അവർ കണ്ടുപിടിക്കും. അങ്ങനെ അസുഖങ്ങൾ ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ പ്രത്യക്ഷത്തിൽ നമ്മൾക്ക് ഒന്നും അനുഭവപ്പെടില്ല. ഇതിപ്പോൾ നമ്മളിങ്ങനെ കറന്ന് 2 മാസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ പശു ഇങ്ങനെ ക്ഷയിച്ച് നമ്മളെ TB ഇല്ല അതേമാതിരി ഇങ്ങനെ
ആരോഗ്യമില്ലാതെ വന്ന് പിന്നെ പശു വീഴുക ചെയ്യുക. അപ്പോൾ അതിനെന്താണ് അപ്പോൾ ഈ അതിന് പ്രതിവിധി തന്നെ ഈ ആദ്യം ബ്ലഡ് ഇപ്പോൾ കൊടുക്കുന്ന നമ്മൾ ബ്ലഡ് പരിശോധിക്കുക. ബ്ലഡ് പരിശോധിച്ചാൽ അപ്പോൾ അസുഖം ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ തന്നെ അതിനുള്ള പ്രതിരോധ ചികിത്സ ഉണ്ട്. എങ്ങനെയാണ് ഒരു ദിവസം ഒരു ഫാമിലെ പ്രവർത്തന രീതികൾ എങ്ങനെയാണ് നിങ്ങൾ? ഒരു പിന്നെ ഒരു 3 മണിക്ക് കാലത്ത് 3 മണിക്ക് എഴുന്നേൽക്കും. 3 മണിക്ക് എഴുന്നേൽക്കും. ഞാനും എൻ്റെ ജോലിക്കാരനും ഉണ്ടാവും. ഒരാൾ കൂടുതൽ വെച്ചാൽ നമുക്കത് പിന്നെ ലാഭത്തിൽ കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ അവർക്ക് ഇപ്പോൾ എനിക്ക് ഞാൻ ശമ്പളം കൊടുക്കുന്നത് പിന്നെ 15,000 രൂപ പിന്നെ അവനുള്ള ചിലവും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതിന് ഇപ്പോൾ ഏകദേശം ഒരു 200-210 ലിറ്റർ പാലാണുള്ളത് ഒരു ദിവസം. പാലുണ്ട്. അപ്പോൾ ഇതിൻ്റെ വില നമ്മൾ നോക്കുമ്പോൾ ഇതിന് വരുന്ന തീറ്റകളും ഇതിന് മറ്റുള്ള ചിലവുകളും പിന്നെ ട്രാൻസ്പോർട്ടിങ് കറണ്ടിന് എല്ലാം കഴിച്ച് ഒരാളെ ശമ്പളം ഇതൊക്കെ കഴിച്ചാൽ പിന്നെ നമുക്ക് എത്രയെന്ന് പിന്നെ അതിന് വരുമാനം വരുന്നതൊക്കെ നമ്മൾ കൂട്ടി നോക്കാറുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. രാവിലെ 3 മണിക്ക് പാല് കറക്കും. രാവിലെ 3 മണിക്ക് എണീച്ചും തൊഴുത്തെല്ലാം വൃത്തിയാക്കി ചാണകം എല്ലാം എടുത്ത് ഇതേമാതിരി ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയാണ്. ഈ ചാണകം നമ്മളിപ്പോൾ കുഴിയിലിടുന്നില്ല. ഈ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയില്ല, ഒരു ചാക്ക് ഇറക്കി വെച്ചിരിക്കുകയാണ്. അതാ ഈ ചാക്ക് ഇറക്കി വെക്കും. ഇനി ചാണം അതിൽ നിറച്ചിട്ട് കെട്ടി വെക്കും. അപ്പോൾ സ്മെല്ലോ കാര്യങ്ങളോ ഉണ്ടാവില്ല. അപ്പോൾ ആ ചാണകം എടുത്ത് മറ്റൊരു സ്ഥലത്ത് കൊണ്ടേ കൂട്ടി വെക്കും, ചാക്ക് കിട്ടും. ഇത് നമുക്ക് വേനൽക്കാലം വന്നു കഴിഞ്ഞാൽ ഈ ചാക്കിൽ നിന്ന് ഇതിൻ്റെ നീരെല്ലാം വലിഞ്ഞു പോയി അതൊരു ഉണ്ടായി മാറും. കുറച്ച് ഡ്രൈ ആയ ചാണകം. അപ്പോൾ ഒന്ന് എടുത്ത് വെയിലത്തിച്ചൊന്ന് ഉണക്കി കഴിഞ്ഞാൽ പൊടിച്ച് നല്ല വളപ്പൊടിയായിട്ട് നമുക്ക് വെക്കും ചെയ്യാം. ഞാൻ നല്ല വളപ്പൊടി സെയിൽ ചെയ്യുന്ന ആളാണ് ഇവിടെ. അത്യാവശ്യം നമുക്ക് ഒരു പിന്നെ ചാക്ക് വളപ്പൊടിക്ക് നമുക്ക് ഏകദേശം ഒരു 140-150 തോതിൽ വില കിട്ടും. അത് ഇഷ്ടംപോലെ ആൾക്കാർ നമ്മളിരുന്ന് കൊണ്ടുപോകാറുണ്ട്. കാരണം ബുക്കിംഗ് ആണ്. എന്തായാലും നമ്മളുടെ പ്യൂർ യാതൊരു പിന്നെ ഇതിൽ പുറത്തുനിന്നൊക്കെ ഇറക്കുന്നതിൽ മണ്ണ് കണ്ട പിന്നെ ഈർച്ചപ്പൊടി മരപ്പൊടി ഇതൊക്കെയാണ് അവർ കൊടുക്കുന്നത്. ഇത് പ്യൂർ ആയതുകൊണ്ട് ഇഷ്ടം നമുക്കത് ആളപ്പൊടി ആകേണ്ട സമയമുള്ളൂ കൊണ്ടുപോകാൻ. 140-150 രൂപ. അത് കഴിഞ്ഞാൽ അത് ഈ ടിന്ന് കണക്കാണ്. നമ്മുടെ ഒരു ബ്രിട്ടാനിയ ബിസ്ക്കറ്റിൻ്റെ ഒക്കെ ടിന്ന് ആ ടിന്ന് ഒരു ടിന്നിന് 35 രൂപ വിലയായിട്ട് കൊടുക്കുക. ഒരു ചാക്കിൽ 4 ടിന്ന്. 4 ടിന്ന്. അത് നമ്മളെടുക്കൂല, അവരെടുത്ത് കൊണ്ടുപോകും. നമ്മളൊരു സ്ഥലത്ത് കൂട്ടി വെക്കുള്ളൂ. നമുക്കതിൽ ലേബർ ചാർജ് ഒന്നും വരുന്നില്ല. ആ കൂട്ടി വെക്കാനുള്ള ചിലവ് വരുന്നുള്ളൂ. അവരെടുത്ത് കൊണ്ടുപോകും. ചാണകം എല്ലാം എടുത്ത് കഴിഞ്ഞതിന് ശേഷം ആദ്യം നമ്മൾ പ്രഷർ വാഷാണ് മെഷീന്. വെള്ളം ആദ്യം എല്ലാം ഒന്ന് വെള്ളം അടിച്ച് പിന്നെ ഒന്ന് ഈ ചാണം ഒന്ന് കുതിര ഇവരെ ശരീരത്തിലൊക്കെ രാത്രി കിടുമ്പോൾ പിന്നെ ചാണം ഉണ്ടാവില്ല. അതൊന്ന് കുതിരാൻ വേണ്ടി അതെല്ലാം ഇതൊക്കെ മെഷീൻ വെള്ളം അടിക്കും. വെള്ളം അടിച്ച് നനച്ചതിന് ശേഷം പിന്നെ എല്ലാം ഓരോന്ന് വെച്ചിട്ട് അകിട് പിന്നെ കാമ്പ് ശരീരമൊക്കെ നന്നായിട്ട് വാല് ഇതെല്ലാം നന്നായിട്ട് പ്രഷർ വാഷ് വെച്ച് കഴുകും. പ്രഷർ വാഷ് വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഒരു സ്പീഡ് കണക്റ്റ് ഉണ്ട്. അതിൻ്റെ റെഗുലേറ്റർ തിരിച്ച് കഴിഞ്ഞാൽ എല്ലാം കഴുകി തൊഴുത്തെല്ലാം വളരെ ക്ലീൻ ആക്കിയിടും. കറവൊക്കെ തയ്യാറായി. എല്ലാവരും ചിലവരൊക്കെ പാല് ചുരത്തിയിട്ടുണ്ടാവും. കഴുകുമ്പോൾ തന്നെ അവിടെ വെള്ളം അടിക്കുമ്പോൾ തന്നെ ചിലവർ പാല് ചുരത്തിയിട്ടുണ്ടാവും. കറക്കുള്ള തയ്യാറെടുപ്പ് അവരും പിന്നെ അതിന് തയ്യാറായിട്ടുണ്ടാവും. ഇപ്പം ഈ പ്യൂർ HF ഒക്കെ ഫുള്ളായിട്ട് പാല് ചുരത്തിയിട്ടുണ്ടാവും. ഒരു HF പശുവിനെ ഇവിടെ ഇങ്ങനെ ഏകദേശം നിങ്ങൾക്ക് എത്ര പാല് കിട്ടുന്നുണ്ട്? ഇതിപ്പോൾ എനിക്ക് 25 മുതൽ പിന്നെ ഒരു 18 ലിറ്റർ വരെ വരണമാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ. ഇപ്പൊ ഇതെല്ലാം ഇപ്പൊ പ്രസവിച്ച പശുക്കളാണ് 5-6. അത് കറവായില്ല. 20 മേലെ കിട്ടുന്ന പശുക്കളാണൊക്കെ. ഇതിപ്പോ ഒരു പ്രസവിച്ചിട്ട് ഒരു 15 ദിവസമായി. പാലിലേക്ക് എത്തുന്നുള്ളൂ. ഇത് ഏകദേശം ഒരു 30 ലിറ്ററിന് മേലെ ഇവിടെ കറക്കും. 30 കറക്കും. അത് ഇതൊരിപ്പോ 3 ടൈമായിട്ടാണ് കറക്കുന്നത്. ഇല്ലെങ്കിൽ പാല് ലീക്കായി പോകും. ലീക്കാവും. ഇതിനിപ്പോ തന്നെ പാല് ലീക്കായുണ്ട് കുറച്ച്. ഇപ്പൊ കറക്കേണ്ട സമയമായി. 1 മണിക്കൂർ കഴിഞ്ഞാൽ കറക്കും. രാവിലെ ഇപ്പോൾ പിന്നെ ഒരു 15-12 ഇടയിൽ കിട്ടും. ഒന്നൊക്കെ 12. അതിങ്ങനെ മാറ്റം വരും. നമ്മൾ രാവിലെ കറക്കുന്ന ഒരു 15 ലിറ്റർ പാല് കിട്ടിയാൽ പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് 3 മണിക്ക് കറക്കുമ്പോൾ ഒരു 8 ലിറ്ററൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നത്തെ രാത്രി ഒരു 9 മണിക്ക് കറക്കുമ്പോൾ ഒരു 10-12 ഉണ്ടാവും. അങ്ങനെ അല്ല, അവർക്ക് അതാണ് ഈ HFന് ഉള്ള പ്രത്യേകത. സത്യം പറഞ്ഞ ഈ HF പശുക്കൾ നമ്മളെ ആടുകളെ പോലെ തന്നെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് കറക്കാം.
ഈ 13 പശുക്കളെ പാല് നിങ്ങൾ ഇവിടെ തന്നെ എങ്ങനെ മാർക്കറ്റിംഗ്? 13 പശുക്കളെ പാല് തന്നെ ഇപ്പം നമുക്ക് ഓൾറെഡി കറവുള്ള പശുക്കൾ ഇപ്പോൾ പിന്നെ 7 ഫുള്ളായിട്ട് കറവുള്ളത്, ഇളം കറവുള്ളത്. മറ്റതൊക്കെ നമ്മൾ പിന്നെ ചെനയും കറവും പാടായിട്ടുള്ളതാണ് ബാക്കി വരുന്നത്. സൊസൈറ്റിയിലാണോ കൊടുക്കുന്നത് അതോ നിങ്ങൾ നേരിട്ടിട്ട് കൊടുക്കുന്നുണ്ടോ? അല്ല, നമ്മൾ ഒരു 100 ലിറ്ററോളം പാൽ നമ്മൾ ലൈനിൽ നമ്മൾ പാക്ക് ചെയ്ത് നമ്മൾ പിന്നെ സെയിൽ ചെയ്യാണ്. രാവിലെ നിങ്ങളുടെ വണ്ടി അതിനൊരു ആൾ വണ്ടിയിൽ കൊണ്ടുപോയിട്ട് എല്ലാ വീടുകളിലും കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. ഒരു 100 ലിറ്ററോളം പാല്. അതെ, എങ്ങനെ കൊടുക്കുന്നത്? അത് നമ്മൾ ലിറ്റർ 60 രൂപ റേറ്റിലാണ് കൊടുക്കുന്നത്. 60 രൂപ. നിങ്ങൾ കുപ്പിയിൽ കൊടുക്കും അതോ കുപ്പിയിൽ കൊടുത്തിട്ടുണ്ട്. കുപ്പിയിലായിരുന്നു ഇതേവരെ കൊടുക്കുന്നത്. അപ്പോൾ കുപ്പിയിൽ ചിലപ്പോൾ പ്രായോഗിക ചിലപ്പോൾ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. കാരണം കുപ്പി കഴുകാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. അത് മാത്രമല്ല കുപ്പി പൊട്ടിപ്പോവുകയാണ്. അപ്പോൾ പൊട്ടിപ്പോകണം. അപ്പോൾ ഓരോ കുപ്പിക്കും ഏകദേശം നമ്മൾ 20-22 രൂപയോളം വില, 18 മുതൽ 22 രൂപ വരെ വില വരുന്നുണ്ട്. അപ്പോൾ അത് പൊട്ടിപ്പോകുമ്പോൾ നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ ഒന്നും ഈടാക്കാനൊന്നും ഇപ്പോൾ നമുക്ക് പറ്റില്ല. അത് അപ്പോൾ അത് നിർത്തിയപ്പോൾ പാക്കിങ്ങിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. പാക്കിങ് അത് കേടുകൂടാതെ അതെ, നമ്മുടെ പാല് തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് പാലിന് നമുക്ക് അത് ഡെയിലി ഫ്രഷാണ്. ഡെയിലി ഫ്രഷ് ആകുമ്പോൾ നമുക്ക് ഏകദേശം നമുക്കൊരു 6 മണിക്കൂർ അതിന് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുള്ളൂ. 6 മണിക്കൂർ ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചാൽ പിന്നെ നമ്മൾ രാവിലെ കറന്ന് അത് ലൈനിലെത്തുമ്പോൾ തന്നെ 2 മണിക്കൂർ പിടിക്കും. പിന്നെ അവരത് അപ്പോൾ ഉപയോഗിക്കാനുള്ളതാണ്. കാരണം അവർ യാതൊരു കെമിക്കലും ആഡ് ചെയ്യാത്തതുകൊണ്ട് അതിന് നമുക്ക് പിന്നെ ഒരു ലോങ് ഇത് പറയാൻ പറ്റില്ല. ഇവിടെ വളാഞ്ചേരി ടൗണിലെ കടകളിലൊക്കെ നിങ്ങളെ പാല് പോകുന്നുണ്ടോ? കടക്കാർ തന്നെ വാണിജ്യ അടിസ്ഥാനത്തിലല്ല, അവർക്ക് ഈ വിലക്ക് പാലെടുക്കാൻ പറ്റില്ല. അവർക്ക് വളരെ വില കുറഞ്ഞ പല പാലുകളും അവർക്ക് പുറത്തുനിന്ന് വരുന്നുണ്ടല്ലോ. അപ്പോൾ അവർക്കിത് പ്രായോഗികമല്ല. അത് ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് നിങ്ങളുടെ ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് തോന്നിയത് ഇവിടുത്തെ ഭക്ഷണമാണ്. അതായത് പശുക്കൾക്ക് കൊടുക്കുന്ന ഭക്ഷണം. അതെങ്ങനെയാണ് നിങ്ങളുടെ പ്രിപ്പറേഷൻ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് പറഞ്ഞു തരാം. സാധാരണ ഇപ്പോൾ നമ്മളെ പശുക്കൾക്ക് നമ്മൾ പശുക്കളെ കൊണ്ടുവരുമ്പോൾ നല്ല ഹൈറ്റും വെയിറ്റും നല്ല പിന്നെ ഇപ്പോൾ ഈ റോഡിൽ നിന്ന് കൃഷി ചെയ്യുന്ന പശുക്കളെ കൊണ്ടുവന്ന വലിയ പശുക്കളേക്കാരം, നല്ല മേനിക്കൊഴുപ്പുള്ള പശുക്കളേക്കാരം. നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പാലിങ്ങനെ കറന്നെടുക്കും, ഇത്തിരി പുല്ല് കൊടുക്കും, ഇത്തിരി വൈക്കോല് കൊടുക്കും, കുറച്ച് പല്ലറ്റും അല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങളും പലരും പല രീതിയിലും കൊടുക്കും. പക്ഷെ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഒരു 2-3 മാസം കറവ് കഴിയുമ്പോൾ ഈ പശുക്കളൊക്കെ ഓരോ എല്ലുകൾ നമ്മൾക്ക് ഇങ്ങനെ എണ്ണാൻ കഴിയും. ഇവിടെ കണ്ടുകൊടുത്തോളം ഈ 80% എനിക്ക് അങ്ങനെ മനസ്സിലാനുഭവത്തിലുള്ളത് എണ്ണാൻ കഴിയും. ഞാൻ അതിനൊരു മാറ്റം കാണാൻ ഉദ്ദേശിച്ചപ്പോൾ എനിക്ക് തോന്നി, എൻ്റെ ഒരു ഇത് ചെയ്താണ് ഞാൻ. ഇപ്പം ഞാൻ ഈ കൊടുക്കുന്ന തീറ്റ, ഈ കൃത്രിമ തീറ്റ ഒഴിവാക്കിയിട്ട് ഇതൊക്കെ നമ്മൾ ഒറിജിനൽ ആയിട്ടാണ് കൊടുത്താൽ എന്താ കുഴപ്പമുള്ളത് എന്നുള്ളത്. അപ്പോൾ ഞാനൊരു ഡോക്ടറുമായിട്ടിത് പിന്നെ സംസാരിച്ചു. ഞാൻ പച്ച ധാന്യങ്ങൾ, അതായത് ഇപ്പം നമ്മളിത് തീറ്റയിൽ വരുന്നത് എല്ലാ ധാന്യത്തിനും തോടുകളും വേസ്റ്റുകളുമാണ്. ഒറിജിനൽ ഒന്നിനും വരുന്നില്ല. കാരണം ഒറിജിനൽ ഒന്നും ഈ പാലറ്റിലോ കാര്യത്തിലോ ചേർക്കാൻ അവർക്ക് കഴിയില്ല, അത്ര വില കോസ്റ്റ്ലി ആയ സാധനങ്ങൾ. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച് ഇപ്പോൾ നമ്മളെ നിലക്കടല അതാണ് ഇപ്പോൾ ഈ വാങ്ങിക്കുന്നത്. ഈ സാധനം ഇതൊരു കിലോന് 102 രൂപ വില വരുന്നുണ്ട്. ഒരു ചാക്കിന് 5100 രൂപ വിലയാണിത്, 50 കിലോന് ചാക്കിന്. അല്ല, ഞാൻ ചോദിക്കട്ടെ, അപ്പൊ നിങ്ങൾ ഇത്രയും വില കൊടുത്തിട്ടൊരു സാധനം വാങ്ങിക്കുമ്പോഴേ നിങ്ങൾക്ക് അതെങ്ങനെ? അതാണ് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇത് ഇത് നമ്മൾ ചെറുപയറാണ്. ഇത് നമ്മൾ കഴിക്കുന്ന അതേ ചെറുപയറാണ്, ഫസ്റ്റ് ക്വാളിറ്റി ചെറുപയറാണിത്. ഇത് ഇതിൻ്റെയൊക്കെ വില ഓരോരുത്തർക്കും അറിയാം. ഇത് ഉഴുന്നാണ്. ഇതെല്ലാം സാധാരണ കൊടുക്കൽ തൊലിയോട് കൂടി ഉള്ള ഉഴുന്നാണ് നമ്മൾ കൊടുക്കൽ. പക്ഷേ ഇപ്രാവശ്യം ചാക്ക് മാറി വന്നിങ്ങനെ തൊലി ഇല്ലാത്ത ഇതാണ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ മുത്താറി, ഇത് രാഗി എന്നറിയില്ല, നമ്മൾ മുത്താറി രായി നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന സാധനം. ഞാൻ പശുക്കൾക്കും കൊടുക്കുന്നത് മാത്രം ആണ്. പിന്നെ ഇത് ഇത് പിന്നെ എള്ളാണ്. എള്ള് കിലോ 170 രൂപയോളം 80 വില വരുന്നുണ്ട്. എള്ളാണിത്. ഇത് പിന്നെ ഇത് കപ്പ വേസ്റ്റ് കപ്പ. പിന്നെ ഇതുണ്ട് നമ്മൾ മക്കാണി മാവ് എന്ന് പറഞ്ഞാൽ നമ്മളെ ചോളം, കമ്പത്തിൻ്റെ പൊടി. നമ്മളെ നാട്ടിൽ സാധാരണ പറയും കമ്പം എന്ന് പറയും, അല്ലെങ്കിൽ ചോളം രണ്ടുണ്ട്. ബജ്ര, സാധാ ഒറിജിനൽ ചോളം എന്ന് പറഞ്ഞാൽ ബജ്രയാണ്, മണിച്ചോളാണ്. അതല്ല, ഇത് നമ്മൾ സാധാരണ ഇപ്പോൾ ഇവിടെ കോൺഫ്ലവർ കോൺ ഈ സാധനം ഇതൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതാണ്. തമിഴ്നാട്ടിൽ നമ്മൾ ഓർഡർ എടുത്താൽ. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ഇതുണ്ട്, ഇതൊരു പിന്നെ ഒരു ധാന്യപ്പൊടിയാണ്.
ഇത് 17 ഐറ്റം പിന്നെ ധാന്യങ്ങളുടെ പൊടിച്ചവർ മിക്സാക്കി തരികയാണ്. അങ്ങനെ കിട്ടും. സോയാബീന് എല്ലാം ഉള്ളതാണിത്. പിന്നെ ഇത് തവിടാണിത്. തവിട് കണ്ട. പിന്നെ ഇത് പരുത്തിക്കുരു ഉണ്ടോ? പരുത്തി പിണ്ണാക്ക് കൊടുക്കാറില്ല. അതേമാതിരത്തെ ഒറിജിനൽ സീഡാണ് കൊടുക്കുന്നത്. ഉണ്ടോ? സീഡ് പിണ്ണാക്ക് കൊടുക്കാറില്ല. പറഞ്ഞുതരാം, അതിന് പറഞ്ഞുതരാം. പിന്നെ കൊടുക്കുന്ന തവിടാണ്. കണ്ട, ഇത് തവിടാണ്. അല്ല, അരിത്തവിട്. ഒറിജിനൽ അരിത്തവിട്. അതായത് നമ്മൾ അവല് മില്ലിൽ നിന്ന് കിട്ടുന്ന വേസ്റ്റ് അല്ല. അതിൽ തൊലി കൂടുതലായിരിക്കും. ഇത് വെറും പ്യൂർ തവിട്. പഴയ കാലത്തൊക്കെ നമ്മൾ കന്നുകൾക്ക് കിട്ടുന്ന തവിട് ഉണ്ടല്ലോ, അത് ഒറിജിനൽ ഇവിടെ ഒന്നും കിട്ടില്ല. അത് നമ്മൾ തമിഴ്നാട്ടിൽ തന്നെ കിട്ടുള്ളത്. ഇവിടെയുള്ളതൊക്കെ തൊലി കൂടിയതാണ് വരിക, ഉമിയാണ് വരിക. ഇതിൽ മക്കാണി മാവും കപ്പ വേസ്റ്റും കൂടി, അതേമാതിരി പിന്നെ ചില സമയത്ത് കുറച്ച് പച്ചരിയും ചേർക്കാറുണ്ട്. പിന്നെ വില കുറച്ച് കിട്ടുമ്പോൾ അതും ഈ കപ്പയും മക്കാണി മാവും ഈ രാഗി പിന്നെ ഗോതമ്പും അരക്കും. രാഗി തലേദിവസം വെള്ളത്തിലിട്ട് രാഗിയും ഗോതമ്പും വെള്ളത്തിലിട്ടേക്കും. വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ തലേദിവസത്തേക്ക് നല്ല നമുക്കത് സോഫ്റ്റായി മാറും. അത് നമ്മൾ ഗ്രൈൻഡറിലിട്ടാണ്ട് അരക്കും. അരച്ചിട്ട് അതും ഈ മക്കാണി മാവ് കൂടി കഞ്ഞിയാക്കും. നല്ല നന്നായിട്ട് വേവിച്ചെടുത്ത് നല്ലൊരു കുറുകിയ ഒരു കറി രൂപത്തിലുള്ള ഇതായി മാറി. അത് ഭയങ്കര ടേസ്റ്റാണത്. അവർക്ക് നന്നായിട്ട് വലിച്ചെടുത്ത് കുടിക്കും അവർ. അപ്പോൾ അതിൽ ഉപ്പും കാര്യങ്ങളൊക്കെ ചേർത്താൽ നല്ല രുചിയാണ്. നമുക്ക് തന്നെ കുടിക്കാൻ തോന്നും അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ. അത് ഗോതമ്പും ഈ രാഗി മക്കാണി മാവും കൂടി കൂട്ടിയിട്ട് അത് ഇങ്ങനെ പിന്നെ കഞ്ഞി വെക്കും. എന്നിട്ട് ഇതിൽ ഉഴുന്ന് ഇത് ഗോതമ്പൊക്കെ അതിലതെ ഇങ്ങനെ അരച്ച് ഒരു വിധം ഒരു പരുവത്തിലൊന്ന് ചതഞ്ഞ് കഴിഞ്ഞിട്ടാണ് കഞ്ഞി വെക്കുക. അല്ലെങ്കിൽ അത് നമുക്കത് വെന്ത് കിട്ടില്ല. കാരണം അങ്ങോട്ട് കൊടുത്ത അതേമാതിരി തന്നെ ഇങ്ങോട്ട് തന്നെ വരും. അത് ചാണകത്തിൽ വരും, പശുവിൻ്റെ ശരീരത്തിൽ കിട്ടില്ല. അപ്പോൾ ഗോതമ്പ് വെള്ളത്തിലിട്ടിച്ച് ഒന്നാണ്ട് അരക്കുക. ഇതൊരു 10-5 മിനിറ്റ് നേരം ഗ്രൈൻഡറിൽ കിടന്ന് അരഞ്ഞ്. അപ്പോൾ അത് വേവിച്ചാൽ നന്നായിട്ട് എല്ലാം നല്ല കുറഞ്ഞ പിന്നെ അതേമാതിരി നമ്മൾ ഈ കടല ഇതേമാതിരി വെള്ളത്തിലിട്ടിച്ച് ഇതിലിട്ട് നന്നായിട്ട് അരച്ച ഒരു പാല് രൂപത്തിലാകുന്നുണ്ട്. കടല അരച്ച് ഇതിൽ കടല അരച്ചിട്ടില്ല. കടല അരക്കാൻ കിടക്കുന്നുള്ളൂ. കടല അരച്ചിട്ടില്ല. ഇതിപ്പോൾ പരുത്തി അരച്ചതാണിത്. പരുത്തി അരച്ചതാണ്. ഇതൊന്നും ഇതിപ്പോൾ ഒന്നുകൊണ്ട് അരിഞ്ഞിട്ടുള്ളത്. ഇതിലും അൺവാണി അരക്കാം നമുക്ക് വേണമെങ്കിൽ. അല്ലെങ്കിൽ ഇത്ര ഒന്ന് ചതഞ്ഞ് കിട്ടിയാലും മതി. ഇതൊക്കെ അയൽ പോകുന്നതാണ് ഇതൊക്കെ. പിന്നെ ഇതാണ് ചെറുപയറും ഉഴുന്നുമാണിത്. ഒരു നമ്മൾ നല്ല ചമ്മന്തി മാതിരിയായി. ഇത് പിന്നെ ഇത് രായി എള്ളും കൂടെ അരച്ചാണ്. അതൊന്നും ഇവർക്ക് ഒരു പ്രത്യേക ടേസ്റ്റായി മാറും നമ്മൾ വെച്ച് കഴിഞ്ഞാൽ. എന്നിട്ട് പിന്നെ ഈ ഗോതമ്പ് ഇതെല്ലാം കൂടെ കഞ്ഞി വെച്ച് കൊടുക്കും. ഈ ഉഴുന്ന് ചെറുപയർ ഇത് ഡയറക്റ്റ് നമ്മളെ ഈ ധാന്യപ്പൊടി പിന്നെ മറ്റുള്ള മിനറൽ മിക്സേഴ്സ് ഇതെല്ലാം പടി ഇതിൽ കൂട്ടും. ഇതിൽ ഒഴിച്ചിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യും. നേരെ ഇത് കൊള്ളും. നേരെ കൊള്ളുന്നിട്ട് പിന്നെ ഈ കഞ്ഞി ഇതെല്ലാം ഇതിലാണ് മിക്സ് ചെയ്യും. മിക്സ് ചെയ്തിട്ട് അതിൽ വേണ്ട മറ്റുള്ള കാൽസ്യം മിനറൽ മിക്സേഴ്സ് സോഡ സോഡ അതെല്ലാം ഇതിൽ മിക്സ് ചെയ്യും. മൊത്തം മിക്സ് ചെയ്തിട്ട് ലിവർ ടോണിക് കൊടുക്കണമെങ്കിൽ അതും മിക്സ് ചെയ്യും ഇതിൽ മൊത്തം. പിന്നെ നമ്മൾ വേറെ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാത്തിനും ഒരു നിശ്ചിത അളവിൽ അതിൻ്റെ വയറ്റിലെത്തുന്നുണ്ട്. അത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ കൂടെ ഇതേമാതിരി ഈത്തപ്പഴമാണിത്. ഈത്തപ്പഴം ഈത്തപ്പഴം നല്ല ഈത്തപ്പഴം കൊണ്ട് ഈത്തപ്പഴം ഇതെല്ലാം ഈത്തപ്പഴമാണ്. ഒരു മാസത്തിലേക്ക് ഒരു 300 കിലോ ഈത്തപ്പഴം വരുന്നു എനിക്ക് ഒരു മാസത്തിന്. ഇത് ഈത്തപ്പഴമാണ്. ഇത് വെള്ളത്തിലിട്ട് വെക്കും. ഒരു 5 കിലോ 4 കിലോ ഈത്തപ്പഴം ഒരു ദിവസം വെള്ളത്തിലിട്ട് ഒരു നേരത്തിന് വെള്ളത്തിലിട്ട് വെച്ചിട്ട് രാവിലേക്ക് അത് നന്നായിട്ട് വെള്ളത്തിൽ അലിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ നന്നായിട്ട് കൈ കൊണ്ടൊന്ന് അതൊരു ക്രീം മാതിരിയാക്കി വെള്ളത്തിലാണ് ചേർക്കും. ഇവർക്ക് രക്തം കൂടാനും പ്രോട്ടീൻ്റെ കുറവുകൾക്കൊക്കെ ഈത്തപ്പഴം വളരെ നല്ല സാധനമല്ലേ. ഇതൊക്കെ നമ്മൾ ഒരു സാധനം കുറേ കണ്ട് കൊടുക്കുന്നതും എല്ലാം കുറച്ച് ചേർക്കുമ്പോൾ ഒരു നല്ലൊരു പിന്നെ ഒരു മിക്സായിട്ട് വരുമ്പോൾ എല്ലാ ഘടകങ്ങളും നമ്മൾ അറിവോട് കൂടി അതിൽ ചേർത്ത് തരും.
മറ്റേ നമുക്ക് പറഞ്ഞില്ലെങ്കിൽ പേപ്പറിൽ വെച്ചാൽ അതിൽ തന്നെ കണ്ടന്റുകളുണ്ട്. ഇത് നിങ്ങളായിട്ട് ഉണ്ടാക്കിയെടുത്തൊരു ഞാൻ തന്നെ ആയിട്ട് എടുത്തു തന്നെ. അത് കാരണം ഇതൊന്നും ആരും ഈത്തപ്പഴം കണ്ടിട്ടില്ല. ഈത്തപ്പഴം കൊടുക്കാനൊന്നും ആരും പറയില്ല. കാരണം എന്താ വെച്ചാൽ ഒരു കിലോ ഈത്തപ്പഴത്തിന് 250 മുതൽ 350 രൂപ വില വരുന്നുണ്ട്. ആലോചിക്കുമ്പോൾ അതാണ് മുന്നിൽ കാണാം. 350 രൂപ വില വരുന്ന ഈത്തപ്പഴം എങ്ങനെ പശുക്കൾ കൊടുക്കാന്നുള്ളത്. പക്ഷേ ഞാൻ കൊടുക്കുന്നത് 350 രൂപേൻ്റെ ഈത്തപ്പഴമല്ല. ഈ പഴം നമ്മൾക്ക് ഇപ്പോൾ കട ചെന്നാൽ 350 രൂപ, 250, 350, 300, 400 പല വിലക്കും ഉണ്ട്. ആ പഴങ്ങളൊക്കെ അതിലുണ്ട്. അപ്പോൾ എന്താണ് ഇത് ഹോൾസെയിൽ കച്ചവടക്കാരുണ്ടല്ലേ, പിന്നെ കണ്ടെയ്നറായിട്ട് വരുന്ന ഹോൾസെയിൽ കച്ചവടക്കാരുടെ സ്റ്റോറിൽ ഈ സാധനങ്ങൾ ഇങ്ങനെ അട്ടി വെച്ചിട്ട് ഈത്തപ്പഴം കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെ അളിഞ്ഞു പോകും, അമരുന്ന് പോയാൽ പിന്നെ അത് അവർക്ക് മാർക്കറ്റിൽ പോകില്ല. അപ്പോൾ അവരെന്ത് പണിയത്, ഞാൻ അവരുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ അവർക്ക് വരുന്ന ആ ഡാമേജ് ആയ സാധനം ഈത്തപ്പഴത്തിൻ്റെ കുഴപ്പമില്ല, നമുക്ക് കഴിക്കാം. എൻ്റെ വീട്ടിലിട്ട് കഴിക്കലുണ്ടായിരുന്നു. അത് കഴിച്ചാൽ ആ സാധനം നമുക്കൊരു 17-18 രൂപ കിലോന് വിലയ്ക്ക് നമുക്ക് തരും. അപ്പോൾ എല്ലാവരും കേൾക്കണം കേട്ടോ, പുതിയാണ് ആള്, മനസ്സിലാക്കി പോകണം. നമ്മള് ഇങ്ങനെയൊക്കെ പശുക്കൾ അപ്പോൾ ശരിക്കും ഇദ്ദേഹത്തിന്റെ പശുവിന്റെ പാലിന് ശരിക്കും 60 രൂപ കിട്ടിയാൽ പോരാന്ന് എൻ്റെ 60. നമ്മളെ പാലിന് പ്രത്യേക രുചിക്കുന്ന മാറ്റങ്ങളുണ്ടെന്ന് ജനങ്ങൾ കസ്റ്റമേഴ്സ് പറഞ്ഞിട്ടുണ്ട് നമ്മളോട്. ഉണ്ടല്ലേ? അത്ര വ്യത്യാസം ഉണ്ടല്ലേ? വ്യത്യാസം ഉണ്ടെന്നില്ല. ഓക്കെ. അപ്പോൾ ഇത് കൊടുക്കുക. അപ്പോൾ ഈത്തപ്പഴം കൊടുക്കാന്നൊക്കെ പറഞ്ഞാൽ ആരും അത്ര പെട്ടെന്ന് അതൊരു ഒരു മണ്ടത്തരമായിട്ട് ഒരു കാണുള്ളൂ. അപ്പോൾ ഞാൻ കൊടുക്കുന്ന ഈത്തപ്പഴത്തിൻ്റെ വില എത്ര ഉള്ളൂ എന്ന് പറയുമ്പോഴാണ് അതിൻ്റെ ഇത്. കാരണം എന്നാൽ സാധനത്തിന് മാറ്റില്ലാനും കുഴപ്പമില്ല, നല്ല സാധനമാണ്. കാരണം അവർക്കിത് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോൾ 1 ഏക്കറോളം ഉണ്ട് ഇവിടെ. മറ്റത് മറ്റേ 4 ഏക്കറോളം പുറത്ത് നമ്മളെ പിന്നെ പറമ്പിലുണ്ട്. ഇതൊക്കെ വെട്ടാറായത്. ഇതിപ്പോൾ 40. ഇത് കറക്റ്റ് വളർച്ചയിൽ വരികയാണെങ്കിൽ 45-ാം ദിവസം വെട്ടാം നമുക്ക്. 40 ദിവസത്തിന് മേലെ വെട്ടാം. ഇതിപ്പോൾ ഒരു 50 ദിവസത്തോളം വളർച്ചയായി. കാരണം വെച്ചാൽ ഇപ്പം മഴ കൂടിയോണ്ട് കുറച്ച് വളർച്ച കുറയും. കുറയും. വെള്ളം കൂടുതലായാലേ അതിന് വളർച്ചനെ ബാധിക്കും. അത് നനക്കലിപ്പോൾ നനക്കാൻ തന്നെ ഇവിടെ നമുക്ക് വെള്ള സൗകര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ തോട്ടിലുള്ള വെള്ളം അടിച്ചു കൊടുക്കലാണ്. അപ്പോൾ ഒരാഴ്ചയിൽ 2 നന നനച്ചു കൊടുക്കും. വേനൽക്കാലം നന്നായിട്ട് ഒരു 12 അടി ഹൈറ്റിൽ വരെ വരും. കുറച്ച് ഒരു മാസം ഷോട്ടിങ് വരും, അത് പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ തന്നെ ഒരു വേനൽ മഴ കിട്ടിക്കഴിഞ്ഞാൽ അത് പ്രശ്നമില്ല. ആവശ്യമില്ല. സ്പ്രിംഗ്ലർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി പടിയും പിന്നെ നന്നാവുന്നു മാത്രം. ഇത് പിന്നെ ഈ ഒരു സ്ഥലം മാത്രം. നിങ്ങൾക്ക് വേറെ കൃഷിയൊക്കെ ഉണ്ടോ? നെല്ല് കൃഷി ഉണ്ടായിരുന്നു, ഇപ്പോൾ ചെയ്യലില്ല. ഇതാണ് ഇപ്പോൾ നമ്മളത് പുല്ലാണിത്, CO5 എന്ന് പറഞ്ഞ പുല്ലാണിത്. ഇത് ഏകദേശം ഒരു 4 ഏക്കറോ 5 ഏക്കറിൻ്റെ അടുത്ത് നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ വെട്ടുന്നത് ജോലിക്കാരനും ഞാനും കൂടിയിട്ട് തന്നെയാണ്. ഇതിനൊക്കെ നമ്മളൊരു ജോലിക്കാരൻ എല്ലാത്തിനും ഓരോരോ ആവശ്യങ്ങൾക്ക് ഇത് വണ്ടി ഡ്രൈവ് ചെയ്യലൊക്കെ ഞാൻ തന്നെയാണ്. എന്നൊക്കെ ഇപ്പോൾ നമ്മൾ ജോലിക്കാരനെ വെച്ച് കഴിഞ്ഞാൽ അതൊന്നും ഇതൊരിക്കലും വിജയിക്കില്ല. അപ്പോൾ എന്നാലും ജോലിക്കാരനായിട്ട് പോവുക, ഈ പുല്ലൊക്കെ കട്ട് ചെയ്യാൻ വളരെ എളുപ്പമുള്ള രീതിയാണ്. നമ്മൾ ഇത് ഓരോരോ പുല്ലിൻ്റെ ഓരോ തട ഞങ്ങൾ മൊത്തം അടക്കി കെട്ടും. ഒരു ദിവസത്തിന് ആവശ്യമുള്ള പുല്ലൊക്കെ മൊത്തം ഞങ്ങൾ കെട്ടി വെക്കും. നന്നായി ടൈറ്റായി കെട്ടി ചെയ്ത് ഇതേമാതിരി നിൽക്കും. നമ്മൾ പൊന്ത വെട്ട് ചെയ്യുന്ന സാധാരണ മെഷീൻ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് അടിയിലൊരു കട്ടിങ് ഒറ്റ ഇതോട് കൂടിയിട്ട് കട്ടായി. അപ്പോൾ തന്നെ അതെടുക്കുക, ഒരു ഭാഗത്ത് കൂട്ടിയൊക്കെ വണ്ടിയിൽ കയറ്റി വരിക. അപ്പോൾ 3 നേരം കൊടുക്കാനുള്ള പുല്ലാണ് നമ്മൾ കട്ട് ചെയ്യുക. അപ്പോൾ ഇന്നിപ്പോൾ കൊടുക്കാനുള്ളതും വൈകുന്നേരം കൊടുക്കാനുള്ളതും നാളെ കാലത്ത് കൊടുക്കാനുള്ളതും. വൈകുന്നേരത്ത് ഞങ്ങൾ വേറെ പുല്ല് പോയി കട്ട് ചെയ്യും. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്ന രീതിയാണ് ഇപ്പം ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത് ഏതൊക്കെ ആടുകളാണ്? ഇതെല്ലാം പ്യൂർ മലബാരിയാണ്. എത്ര ആടുകളുണ്ട് ഇപ്പോൾ? പിന്നെ ഒരു ഏകദേശം ഒരു 30ഓളം ആടുകളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇതിപ്പോൾ അതിൻ്റെ കുട്ടികളൊക്കെ ഇപ്പോൾ കൊടുത്തു ഞാൻ. ഇനിയിപ്പോൾ രണ്ടാമത് ഇപ്പോൾ കുറച്ച് പ്രസവിച്ചിട്ടുണ്ട്, ഇനിയിപ്പോൾ പ്രസവിക്കാനുണ്ട്. ഇതുകൊണ്ട് ഇത് അതോ 1.5 വയസ്സായ ഒരു മുട്ടനാടാണ് ഇത് മലബാരി. തീറ്റ നമ്മൾ പശുക്കൾക്ക് കൊടുക്കുന്ന തീറ്റ തന്നെ അതിനൊരു ഓഹരി പേർക്കും കൊടുക്കും. കിലോക്ക് ഇപ്പോൾ അങ്ങനെ കിലോന് ഒരു ഏകദേശം കണക്ക് ഒരു 300-350 രൂപ കിലോ തൂക്കത്തിലാണ് ലൈവ് അവർ കൊണ്ടുപോവുക.
ലൈവ് തൂക്കത്തിന് കൊണ്ടുപോകും 350 രൂപ കിട്ടും. 350 രൂപ കിട്ടും. അപ്പൊ ഭയങ്കര ലാഭം തന്നെയാണ്. ഇപ്പൊ അത് എത്ര പ്രായമായതൊക്കെ കൊടുക്കാറ്? അപ്പോൾ ഒരു 4 മാസം പ്രായമാകുമ്പോൾ തന്നെ ഏകദേശം ഒരു 10 കിലോ 12 കിലോ 13 15 വരെ തൂക്കം വരും. അപ്പോൾ നമ്മുടെ ഈ ഫാമിൻ്റെ വീഡിയോ കണ്ടു. കുഞ്ഞുമൊയ്തീനൊക്കെ നമുക്ക് വേണ്ട രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. നിങ്ങൾക്കും ഈ കാര്യങ്ങളെല്ലാം പുതിയൊരു അറിവായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഫുഡൊക്കെ കൊടുക്കുന്നത്, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ എനിക്ക് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇന്നത്തെ ദിവസം. എന്തായാലും നമ്മളോട് ഇത്ര നേരം സഹകരിച്ച് നമ്മുടെ കൂടെ നിന്ന് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നതിന് കുഞ്ഞുമൊയ്തീനൊക്കെ നമ്മൾ വലിയൊരു നന്ദി രേഖപ്പെടുത്താണ്. താങ്ക് യു. ഇതുപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവരും കാണുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്ത് സംശയം ഉണ്ടെങ്കിലും അത് നമുക്ക് കമൻറ്റായി ചോദിക്കാം. അതുമാത്രമല്ല കാക്കാൻ്റെ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം, സംശയങ്ങൾ ചോദിക്കാം. പുള്ളിയുടെ അടുത്ത് നേരിട്ട് വന്നത് കണ്ടിട്ട് തന്നെ ഇത് മനസ്സിലാക്കാം. അപ്പോൾ എന്തായാലും നമ്മൾക്ക് ഇതുവരെ തന്ന എല്ലാ പ്രോത്സാഹനവും തരിക. എന്തായാലും നന്ദി.